പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ ഗവർണറുടെ പ്രസംഗത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. കാണുന്ന ആർക്കും കേൾക്കുന്ന ആർക്കും മനസ്സിലാവും മനുഷ്യൻ്റെ ഒരു അവസ്ഥ ഉണ്ട്. ഒന്നും വയ്യാതെ, ഒന്നും കഴിയാതായി, ഒന്നും പറ്റാതെയായി, അപ്പോൾ ഒരു പിച്ചിമ്പയും വരെ ഒരു പരിദേവനം എന്ന് പറഞ്ഞതുപോലെ അവരുടെ സഭയിലിരിക്കുന്ന ഭരണകക്ഷിയുടെ ഒരു ബോഡി ലാംഗ്വേജ് പോലും ആ ഒരു ഉത്സാഹക്കുറവ് ഇന്ന് വളരെ വളരെ പ്രകടമായി. കാര്യമായി ഒന്നും പറ്റിയിട്ടില്ല എന്നാണ്, ചെയ്യാൻ കഴിഞ്ഞില്ല 10 കൊല്ലം കൊണ്ട്, ഈ വരുന്ന സമയം കൊണ്ട് എന്നാണ് ഇന്ന് പ്രസംഗം കേൾക്കുന്ന ആർക്കും മനസ്സിലാകും. പറഞ്ഞു പോയതൊക്കെ വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചത് ഒരുമാതിരി നാടകീയമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ഒരു ജീവൻ നഷ്ടപ്പെട്ട സ്ഥിതി അവർക്കുണ്ടായിരുന്നു. അതിൽ ഏറ്റവും സങ്കടകരമായ അവസ്ഥ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതുപോലെ തന്നെ അവരുടെ ഗവൺമെന്റിന്റെ കാലത്ത് അവർക്ക് ഒരു മതേതര മുഖം നഷ്ടപ്പെടാറില്ല. ഇപ്പോൾ അതും നഷ്ടപ്പെട്ടു. ഇത്ര വലിയൊരു മതേതര മുഖം നഷ്ടപ്പെടൽ ഇവർക്ക് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഇവരിൽ നിന്ന് ഇത്തരത്തിലുള്ള തുടർച്ചയായ ഒരു കേന്ദ്രത്തിൽ BJP ഒക്കെ പയറ്റി വരുന്ന ഒരു റിസൾട്ടും ഉണ്ടാക്കാൻ കഴിയാതാവുമ്പോൾ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഒരു തരം ടാർഗറ്റിംഗ്, ഒരു തരം കമ്മ്യൂണൽ പ്രചരണം അത് നമ്മൾ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ അതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇവരിൽ നിന്നുണ്ടാവുക എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമാണ്. അതുകൊണ്ട് തന്നെ കൂടെ ബാക്കിയായ മതേതര ആളുകളും കൂടി ഒഴിഞ്ഞു പോകും എന്ന് വേണം കരുതാൻ. കാരണം പേര് നോക്കി ആളെ നിശ്ചയിക്കുക, പേര് നോക്കി കാര്യങ്ങൾ പറയാം, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത നിലയിലേക്ക് അവർ വല്ലാതെ വിഭ്രാന്തി പൂണ്ട് തരം താണിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് അവരുടെ ആ ജീവൻ നഷ്ടപ്പെട്ട ആ ഒരു ഊർജ്ജസ്വലത ഇല്ലായ്മ ഇന്ന് സഭയിൽ പ്രകടമായിരുന്നു. ഗവർണറുടെ പ്രസംഗവും അതേപോലെ തന്നെ ഒരു വഴിപാട് കർമ്മം നിർവഹിച്ചു പോയി എന്നല്ലാതെ ഒരു ഫോക്കസും ആ പ്രസംഗത്തിലില്ല, ഒരു ലക്ഷ്യബോധവും ആ പ്രസംഗത്തിലില്ല. കേൾക്കുന്ന ആർക്കും അത് മനസ്സിലാവും. പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും ചൂണ്ടിക്കാണിച്ചതുപോലെ നിരാശാജനകമായ ഒരു നയപ്രഖ്യാപനത്തിൻ്റെ ഭാവമാണ് ഇന്ന് ഗവർണറോട് നടത്തിയത്. ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാരിന് വേണ്ടി മുൻ വർഷങ്ങളിൽ നടത്തിയ നയപ്രഖ്യാപനത്തിൻ്റെ ഒരു തനി ആവർത്തനം. പുതുതായി ഒന്നുമില്ല, ഒരു പുതുമയില്ല. നിരാശാജനകമായ പ്രതികരണമാണ് ഭരണമുന്നണിയിൽ പോലും ഉണ്ടായത്. സാധാരണ ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ കുറെയെങ്കിലും കൈയടിക്കാൻ ഭരണമുന്നണിക്ക് അവസരം കിട്ടാറുണ്ട്. ഇതുപോലെ നിശബ്ദതയോടെ ഇരിക്കേണ്ടി വന്ന ഒരു ഗതികേട് ഭരണമുന്നണിക്ക് പോലും ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഗവർണറെ കൊണ്ട് സർക്കാർ നടത്തിച്ച നയപ്രഖ്യാപനം തീർത്തും നിരാശാജനകമാണ് എന്ന് സഭയിൽ തന്നെ പ്രതിഫലിച്ചതിന്റെ തെളിവാണ്. ഈ കേരളം നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധികളെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഈ പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് കേരളത്തെ കരകയറ്റാൻ ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന നയപ്രഖ്യാപനമായിട്ട് പോലും കാര്യമായി ഒന്നും ഗവൺമെന്റിന് പറയാനില്ല എന്ന്, ഒരു ജനങ്ങളുടെ മുൻപിൽ ഇനി ക്ഷേമവും പുരോഗതിയും ഒന്നും പറയാൻ സർക്കാരിനില്ല എന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ് നയപ്രഖ്യാപനം. ഇത്രയും നിരാശാജനകമായ നയപ്രഖ്യാപനം ഇടതുപക്ഷ മുന്നണി കൊണ്ടുവന്നത് കേരള ജനതയുടെ അവരുടെ വാഗ്ദാന ലംഘനങ്ങളുടെ വാക്കുപാലിക്കാൻ പറ്റാതെ പോയതിന്റെ ഏറ്റുപറച്ചിലായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി